സോ ആദ്യം തന്നെ പറയാം, എല്ലാവരുടെയും ജീവിത സാഹചര്യം എന്ന് പറയുന്നത് ഒരുപോലെയല്ല. എല്ലാവരും ടൈം പാസിനായിരിക്കില്ല ജോലി ചെയ്യുന്നത്, അല്ലെങ്കിൽ പാഷൻ്റെ പുറത്തായിരിക്കില്ല ജോലി ചെയ്യുന്നത്. തിന്നാൻ വേണ്ടി തന്നെ ആയിരിക്കും, അവരുടെ ജീവിതമൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടായിരിക്കും. ദയവ് ചെയ്ത് അതുകൊണ്ട് മൂഞ്ചിക്കരുത് മറ്റുള്ളവരെ. വളരെ വേദനയോടെ തന്നെയാണ് ഈ കാര്യം പറയുന്നത്. കാരണം ഇന്നത്തെ കാലത്ത് മൂവി പ്രൊമോഷൻ ചെയ്യുമ്പോൾ ഉള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഫ്രീ ആയിട്ട് ടിക്കറ്റ് കൊടുക്കുക, ഫ്രീ ആയിട്ട് വിളിച്ച് കയറ്റുക, നെഗറ്റീവ് പബ്ലിസിറ്റിയിലോട് കൂടിയിട്ട് സിനിമ മൂവി പ്രൊമോട്ട് ചെയ്യുക. അതാണ് ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ വഴി, അതായത് ഞാൻ ഇന്നത്തെ ദിവസം പേഴ്സണലി ഞാൻ വ്യക്തിപരമായി ഞാൻ അനുഭവിച്ച ബുദ്ധിമുട്ട് കാരണമാണ് ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത്. ഓൾറെഡി നേരത്തെ പ്രതികരിക്കേണ്ട ഒരു കാര്യമാണ്, പക്ഷേ പ്രതികരിച്ചില്ല. ഇപ്പോൾ അത് പ്രതികരിക്കേണ്ട ഒരു സാഹചര്യം വന്നു. അങ്ങനെ ഒരു സാഹചര്യം എനിക്ക് വരട്ടെന്ന് കരുതി തന്നെയാണ് ഞാൻ വെയിറ്റ് ചെയ്തത്. അപ്പം മറ്റുള്ളവർ എന്തുകൊണ്ടാണ് ഈ ഒരു കാര്യത്തിൽ അല്ലെങ്കിൽ ഈ ഫീൽഡിൽ നിൽക്കുന്നവർ എന്തുകൊണ്ട് പ്രതികരിക്കാത്തത്, അവരുടെ റീസൺ ഉണ്ടായിരിക്കും. പക്ഷേ ഇന്നൊരു മൂവിയുടെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് നമുക്ക് കുറച്ച് ഇൻവിറ്റേഷൻസ് വന്നിട്ടുണ്ടായിരുന്നു. അറിയാം, നമുക്കിപ്പം ഗ്രൂപ്പുകളിൽ വരാറുണ്ട്. അപ്പം PRO, അതായത് മൂവിയുടെ PRO അവരൊക്കെ നമുക്ക് ഇൻവിറ്റേഷൻ അയക്കാറുണ്ട്. അങ്ങനെയാണ് നമ്മൾ മൂവി പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഈ സ്ഥലങ്ങളിൽ പോകുന്നത്. അതിപ്പോൾ കോളേജുകളിൽ പോകാറുണ്ട്, അല്ലെങ്കിൽ അവരെവിടെയാണ് ഏത് സ്ഥലത്താണ് അവർ ഇവന്റ് വയ്ക്കുന്നത് അവിടെ നമ്മൾ പോകാറുണ്ട്. അങ്ങനെ ഞാൻ ആ സിനിമയുടെ പേര് പറയുന്നില്ല, കാരണം ഞാൻ കാരണം ആ സിനിമ ആരും അറിയേണ്ട, അതിന് വലിയ താല്പര്യമില്ല. ഞാൻ കാരണം ആ സിനിമ എൻ്റെ വായിൽ നിന്ന് മറ്റുള്ളവർ ആ സിനിമയോ ആർട്ടിസ്റ്റുകളോ എനിക്ക് പറയാൻ എനിക്ക് താല്പര്യമില്ല. അങ്ങനെ അവർ അറിയപ്പെടേണ്ട, നന്നായിട്ട് അഭിനയിച്ച് നിങ്ങൾ അറിയപ്പെട്ടാൽ മതി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു മൂവിയുടെ പ്രൊമോഷൻ ഭാഗമായിട്ട് ശ്രീകാര്യത്തുള്ള ഒരു കോളേജിൽ ഇന്ന് രാവിലെ തിരുവല്ലത്ത് എനിക്ക് തോന്നുന്നു എൻ്റെ പ്രൊമോഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ വൈകുന്നേരവും ഉണ്ടായിരുന്നു. എനിക്ക് എൻ്റെ ഓഫീസിൽ നിന്ന് പോകാൻ എനിക്ക് കുറച്ചുകൂടി ഈസി അതായതുകൊണ്ട് എൻ്റെ ഓഫീസിൽ നിന്ന് എൻ്റെ സാറ് പറഞ്ഞിട്ട് ഞാൻ ഈ വൈകുന്നേരം ശ്രീകാര്യത്ത് പോകുന്നു. ഞാനടക്കം കുറച്ച് മീഡിയാസ് ഉണ്ടായിരുന്നു. അവിടെ ചെന്നപ്പം അവിടെയുള്ള സെക്യൂരിറ്റിക്ക് ഇങ്ങനെ ഒരു സംഭവം ഉള്ളതായിട്ട് അറിയത്തില്ല. ഓക്കെ, നമുക്കൊരു കാര്യം അറിഞ്ഞത്, നമുക്ക് ഒരുപാട് വർക്കും തിരക്കുള്ള ആളുകൾ തന്നെയാണ്. നമുക്കിങ്ങനെ അവിടെ അത് തന്നെ എടുത്തേ പറ്റുള്ളൂ, എങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാവൂ എന്നൊന്നും നമുക്കില്ല. നമുക്ക് ജസ്റ്റ് അറിഞ്ഞാൽ മതി. നമ്മൾ പല ആളുകളെയും വിളിക്കുന്നു, അതായത് PRO ഈ സിനിമയുടെ PRO വിളിക്കുന്നു, പുള്ളി ഉരുണ്ട് കളിക്കുന്നു, ഇപ്പോൾ വിളിക്കാം, പിന്നെ വിളിക്കാം, നിങ്ങളോട് നിൽക്കും അവിടെ ഉണ്ട് എന്നൊക്കെ പറയുന്നു. അത് കഴിയുമ്പോഴത്തേക്കും ഇതിൽ ഒരു ആർട്ടിസ്റ്റ്, ഒരു ആക്ട്രസിനെ വിളിക്കുന്നു. കുറച്ചെങ്കിലും ഉത്തരവാദിത്തം വേണം. അപ്പോൾ നിങ്ങൾ അഭിനയിച്ചിട്ട് നിങ്ങൾ ആ വിളിക്കുന്നു പോയാൽ മതി. നിങ്ങൾ എന്തിനാണ് പ്രൊമോഷൻ ചെയ്യുന്നത്? നിങ്ങളുടെ സിനിമ ഓടാൻ വേണ്ടിയിട്ടാണല്ലോ നിങ്ങൾ പ്രൊമോഷൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ മീഡിയ വേണം, അല്ലാത്തപ്പോഴത്തേനും അവരെ അങ്ങ് മൂഞ്ചിക്കുക അല്ലേ? അതാണ് നിങ്ങൾക്ക് ശരിക്കും പറയാൻ വേണ്ടത്. അതിന് ഞാൻ ആക്ട്രസിനെ വിളിക്കുമ്പോൾ പുള്ളിക്കാരി എൻ്റെ അടുത്ത് പറയാണ്, എനിക്ക് അത് എന്നോടല്ല ചോദിക്കേണ്ടേ, പിന്നെ ആരോടാണ് നമ്മളിതൊക്കെ ചോദിക്കേണ്ടത്? നിങ്ങളുടെ കുറച്ച് സ്വത്ത് എഴുതി തരുമെന്നല്ല ചോദിച്ചത്, ഇന്ന് ഈ പ്രോഗ്രാം ഉണ്ടോ ഇവിടെ എന്ന് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. വന്ന് 2 മണിക്കൂറായി, അതുകൊണ്ടാണ് നമ്മൾ വിളിച്ച് ചോദിച്ചത്. ഓക്കെ, അപ്പോൾ അസിസ്റ്റന്റ് ഡയറക്ടർ നമ്പർ തന്നു. എനിക്ക് ആ ആളാണെന്ന് അറിയാതെ എനിക്ക് നമ്പർ തരുന്നത്. PRO എന്ന് കരുതി സംസാരിച്ചു. അപ്പോൾ നിങ്ങൾ ബേജാറാവാതെ നിങ്ങളോട് നിൽക്കൂ, ഇന്ന് പ്രോഗ്രാം ഉണ്ട്, ഞങ്ങളവിടെ വരുന്നുണ്ട്. നമ്മൾ വീണ്ടും പ്രതീക്ഷ തന്ന് അവിടെ പിടിച്ച് നിർത്തുകയാണ്. എന്തിനായിരുന്നു എന്ന് മനസ്സിലാവുന്നില്ല. കുറച്ച് കഴിയുമ്പോഴത്തേക്കും കുറച്ച് വിദ്യാർത്ഥികൾ ഇങ്ങോട്ട് വരുന്നു. ചോര കളിക്കുന്ന പ്രായമല്ലേ, നമ്മളൊക്കെ കഴിഞ്ഞ് തന്നെയാണ് വന്നിരിക്കുന്നത്. അവരുടെ ഷോഫും കാര്യങ്ങളൊക്കെ കാണിക്കട്ടെ, അതൊരു വിഷയമേ അല്ല. അവർ കാണിച്ചോട്ടെ, അവരാണ് ഇതിനെ ഓർഗനൈസ് ചെയ്യുന്നത്. ഇവിടെ മീഡിയ അലൗഡ് ചെയ്യാൻ പറ്റത്തില്ല. ഒട്ടും മാനേഴ്സ് ഇല്ലാതെയാണ് കുട്ടികൾ നമ്മുടെ പെരുമാറുന്നത്. കുഴപ്പമില്ല, നമുക്ക് പ്രശ്നമില്ല. നമ്മൾ പ്രായത്തിലുള്ള കുട്ടികളായതുകൊണ്ട് നമ്മൾ അവരുടെ അടുത്ത് കാര്യങ്ങൾ പറയുകയാണ്. പക്ഷേ അവർ നമ്മൾ അപ്രോച്ച് ചെയ്ത രീതി തന്നെ വളരെ മോശമായിട്ടൊക്കെ തന്നെയാണ് അവരുടെ ഒരു ബിഹേവിയറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. നമ്മൾ ഇവരൊന്നും കൂടുതലൊന്നും പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ ചോദിക്കാനുള്ളത്, ഈ സെക്യൂരിറ്റി അറിയുന്നില്ലേ അവിടെ ഇങ്ങനെ ഒരു പ്രോഗ്രാം കുട്ടികൾ ഓർഗനൈസ് ചെയ്യുന്നത്? അവിടുത്തെ സെക്യൂരിറ്റി പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ഒരു പ്രോഗ്രാം വരുമ്പോൾ അവിടുത്തെ മാനേജ്മെന്റിൽ ഒരു മെയിൻ ആളുണ്ട്, പ്രിൻസിപ്പളുണ്ട്. ഇവർ രണ്ടുപേരും മാത്രമാണ് അവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്, അല്ലാതെ ഇവിടെ ഒരു കാര്യങ്ങൾ തീരുമാനിക്കാറില്ല. അപ്പോൾ എനിക്ക് ശ്രീകാര്യത്തുള്ള എഞ്ചിനീയറിംഗ് കോളേജിലെ മാനേജ്മെന്റും അല്ലെങ്കിൽ അവിടുത്തെ പ്രിൻസിപ്പലിൻ്റെ അടുത്തും എനിക്ക് മൊത്തത്തിൽ ചോദിക്കാനുള്ളത്, നിങ്ങൾ അവിടെ നിന്ന് ക്ലാസ് റൂം അടച്ചിട്ട് പോകുമ്പോഴത്തേനും കുട്ടികൾ എന്താ ഇതുപോലെ ആർട്ടിസ്റ്റുകളെ വിളിച്ച് വരുത്തുകയാണോ ചെയ്യുന്നത്? മൂവി പ്രൊമോഷൻസ് അവർ നടത്തുകയാണോ ചെയ്യുന്നത്? അപ്പോൾ നിങ്ങൾ അറിയുന്നില്ലേ നിങ്ങളുടെ കോളേജിൽ എന്താണ് സംഭവിക്കുന്നത്? കോളേജിൽ ഇങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ടെന്നുള്ളത് പ്രിൻസിപ്പലിന് അറിയത്തില്ല, മാനേജ്മെന്റിന് അറിയത്തില്ല, അവിടുത്തെ സെക്യൂരിറ്റി അറിയത്തില്ല. കുറച്ച് കുട്ടികൾ, ഒരു 7ഓളം വിദ്യാർത്ഥികൾ വന്നിട്ട് ഞങ്ങളാണ് ഓർഗനൈസ് ചെയ്യുന്നത്, ഞങ്ങൾക്ക് മീഡിയ കയറ്റാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഇത്ര ചോദിച്ചോളൂ, മീഡിയ കയറ്റാൻ പറ്റില്ലെങ്കിൽ എന്തിന് ഇൻവിറ്റേഷൻ തന്നു? സോ നമുക്ക് കുട്ടികളെ നമുക്ക് പ്രത്യേകിച്ച് പറയില്ല. അതിലാകെ എനിക്ക് ചോദിക്കുന്ന ഒരു പോയിന്റ്